രാമായണം സിനിമയാകുന്നുവെന്ന് ബോളിവുഡ് സംവിധായകൻ നിതേഷ് തിവാരി പ്രഖ്യാപിച്ചതു മുതൽ ആരാധകർ പ്രതീക്ഷയിലാണ്. ശ്രീരാമനായി രൺബീർ കപൂറും സീതയായി സായി പല്ലവിയും എത്തുമെന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു. പിന്നാലെ രാവണനായി ആരെത്തുമെന്ന ചോദ്യത്തിനും ഉത്തരം ലഭിച്ചിരുന്നു. കന്നഡ സൂപ്പർ താരം യഷാണ് രാവണനായി എത്തുക എന്ന വാർത്തകൾ വന്നതോടെ ചിത്രം ഗംഭീര വിജയം നേടുമെന്ന് ആരാധകർ ഉറപ്പിച്ചു. അങ്ങനെ ചിത്രത്തിന്റേതായി വരുന്ന ഓരോ അപ്ഡേറ്റുകൾക്കുമായി കാത്തിരിക്കുകയാണ് ആരാധകർ. വമ്പൻ താരനിരയും ബഡ്ജറ്റുമായി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാവും രാമായണം എത്തുക. 2 ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെ ടൈറ്റിൽ ടീസറിനെ കുറിച്ചുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ടൈറ്റിൽ പ്രഖ്യാപന വീഡിയോയ്ക്ക് സെൻസർ ലഭിച്ചെന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നു. ചിത്രത്തിന്റെ 3D ടൈറ്റിൽ പ്രഖ്യാപന വീഡിയോയ്ക്ക് യു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. 3 മിനിറ്റാണ് വീഡിയോയുടെ റൺ ടൈം. CBFC അംഗീകാരം നൽകിയതോടെ ഈ വമ്പൻ പ്രൊജക്ടിന്റെ ആദ്യ ഔദ്യോഗിക ദൃശ്യം ഉടൻ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. രൺബീർ കപൂർ, സായി പല്ലവി, യഷ് എന്നിവരുടെ കഥാപാത്രങ്ങളുടെ ആദ്യ ദൃശ്യങ്ങളാവും എത്തുക എന്നാണ് പ്രതീക്ഷ. ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ജൂലൈ 3 ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഗോയും ഇതോടൊപ്പം ലോഞ്ച് ചെയ്തേക്കും. എന്നാൽ ടീസർ ജൂലൈ 3 പുറത്തിറക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 2026 ദീപാവലിക്ക് സിനിമയുടെ ആദ്യ ഭാഗവും 2027 ദീപാവലിക്ക് രണ്ടാം ഭാഗവും പുറത്തിറങ്ങുമെന്നാണ് വിവരം. ശക്തമായ താരനിര അണിനിരക്കുന്ന ചിത്രത്തിൽ സണ്ണി ഡിയോൾ, കാജൽ അഗർവാൾ, രവി ദുബൈ, അരുൺ ഗോവിൽ, ലാറ ദത്ത തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. $100 മില്യൺ, അതായത് ഏകദേശം 835 കോടി രൂപ ബജറ്റിലാണ് രാമായണം നിർമ്മിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചിലവേറിയ ചിത്രങ്ങളിലൊന്നാകും രാമായണം. യഷും നമിത് മൽഹോത്രയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. കൂടാതെ വാർണർ ബ്രദേഴ്സുമായി നിർമ്മാണ പങ്കാളിത്തത്തിൽ ചർച്ചകൾ നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.